ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും വൻ കടക്കണിയിലേക്കും കൂപ്പുകുത്തുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയുടെ ദേശീയ കടം അവിശ്വസനീയമായ $40 ട്രില്യൺ എന്ന റെക്കോർഡ് ഘട്ടവും പിന്നിട്ട് മുന്നേറുകയാണ്. വൻതോതിലുള്ള പ്രതിരോധ ചെലവുകൾ, സോഷ്യൽ സെക്യൂരിറ്റി, മെഡിക്കെയർ തുടങ്ങിയ ജനക്ഷേമ പദ്ധതികൾ, അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബജറ്റ് കമ്മി നികത്താൻ വാങ്ങിയ വായ്പകളുടെ വൻതുക പലിശ എന്നിവയാണ് അമേരിക്കൻ കേന്ദ്ര സർക്കാരിന്റെ ചെലവുകൾ ഇത്രയും ഭീമമായ തോതിൽ കുതിച്ചുയരാൻ പ്രധാന കാരണമായി മാറിയിരിക്കുന്നത്. സാമ്പത്തിക വിദഗ്ധരെയും നൈരൂപീകരണ വിദഗ്ധരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേവലം 5 മാസങ്ങൾക്ക് മുൻപ്, അതായത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അമേരിക്കൻ കടം ആദ്യമായി $39 ട്രില്യൺ എത്തിയിരുന്നു. അതിനും കൃത്യം 5 മാസം മുൻപ്, അതായത് കഴിഞ്ഞ ഒക്ടോബറിൽ കടം $38 ട്രില്യൺ തൊട്ടു. ചുരുക്കത്തിൽ പ്രതിമാസ ചെലവുകൾ നികത്താൻ പ്രതിവർഷം ട്രില്യൺ കണക്കിന് ഡോളറുകളാണ് അമേരിക്ക അധികമായി കടമെടുക്കുന്നത്. ഈ അടിയന്തര സാഹചര്യത്തിൽ അഡ്മിനിസ്ട്രേഷന്റെ മുൻഗണനകൾ തമ്മിലുള്ള കടുത്ത വൈരുദ്ധ്യമാണ് പുറത്തുവരുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കം കുറിച്ച 6 മാസത്തോളമായി നീണ്ടുനിൽക്കുന്ന ഇറാൻ യുദ്ധത്തിന് ആവശ്യമായ വൻ പ്രതിരോധ ചെലവുകൾ കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് ഭരണകൂടം. എന്നാൽ മറുവശത്ത് പെട്രോളിന്റെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർധനവ് തടഞ്ഞു നിർത്തി ജനങ്ങൾക്ക് ആശ്വാസം നൽകേണ്ട കടുത്ത ബാധ്യതയും ഭരണകൂടത്തിനുണ്ട്. അതേസമയം ഫെഡറൽ ചെലവുകളിലെ ധൂർത്തും തട്ടിപ്പുകളും അപജയങ്ങളും വെട്ടിക്കുറയ്ക്കുന്നതിൽ ട്രംപ് ഭരണകൂടം അതീവ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കുഷ് ദേശായി വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ കടവും GDPയും തമ്മിലുള്ള അനുപാതം ശരിയായ ദിശയിലേക്ക് എത്തിക്കുന്നതിനായി സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എങ്കിലും കുതിച്ചുയരുന്ന ഈ ഭീമമായ കടബാധ്യതയും പുതിയ സാമ്പത്തിക നാഴികക്കല്ലുകളും സാധാരണക്കാരായ അമേരിക്കക്കാരുടെ പക്കലുള്ള പണത്തെയും ദൈനംദിന ജീവിതത്തെയും ഇതിനകം തന്നെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഭവന വായ്പകൾ, വാഹന വായ്പകൾ എന്നിവയുടെ പലിശ നിരക്കുകൾ കുതിച്ചുയരാൻ ഇത് കാരണമായിട്ടുണ്ട്. കൂടാതെ വൻകിട ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ പണമില്ലാത്ത അവസ്ഥ വരികയും ഇത് തൊഴിലാളികളുടെ വേതനം കുറയുന്നതിനും സേവനങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കുന്നതിനും ഇടയാക്കുകയും ചെയ്തു. ഇന്നത്തെയും നാളത്തെയും തലമുറകളുടെ ജീവിത നിലവാരം ഉയർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതും സുസ്ഥിരവുമായൊരു സാമ്പത്തിക പാതയിലേക്ക് രാജ്യത്തെ നയിക്കാൻ നിയമനിർമ്മാതാക്കൾ തയ്യാറാകേണ്ട സമയമാണെന്നും പീറ്റർ ജി പീറ്റേഴ്സൺ ഫൗണ്ടേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മൈക്കൽ എ പീറ്റേഴ്സൺ മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്തിന് നികുതിയായി ലഭിക്കുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ തുക വിവിധ ഭരണകൂടങ്ങൾ ചെലവഴിച്ചതാണ് വർഷങ്ങളായി കടം ഇത്തരത്തിൽ പെരുകാൻ കാരണമായത്. അടുത്ത കാലത്തുണ്ടായ കോവിഡ് മഹാമാരി കാരണം അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ സ്തംഭിച്ചപ്പോൾ സാമ്പത്തിക രംഗത്തെ സ്ഥിരപ്പെടുത്താനും വീണ്ടെടുക്കലിനെ പിന്തുണയ്ക്കാനുമായി ട്രംപിന്റെ ആദ്യ ഭരണകാലത്തും പിന്നീട് ജോ ബൈഡന്റെ ഭരണകാലത്തും സർക്കാർ വൻതോതിൽ പണം കടമെടുത്തിരുന്നു. അതിനു പുറമെ കഴിഞ്ഞ വർഷം ട്രംപ് ഒപ്പുവെച്ച റിപ്പബ്ലിക്കൻ നികുതി ഇളവുകളും പുതിയ ചെലവഴിക്കൽ നിയമങ്ങളും പ്രാബല്യത്തിൽ വന്നതോടെ സർക്കാർ ചെലവുകൾ വീണ്ടും കുതിച്ചുയരുകയായിരുന്നു.